നാള് KM റിയാസാണ്. റിയാസ് അത് തന്നെ പറയുകയും ചെയ്യും. തീർച്ചയായും പ്രത്യേകിച്ച് കാസർഗോഡ് മുതൽ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കാസർഗോഡ് 5 സീറ്റുകളിൽ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു 30ഓളം സീറ്റുകളാണ് ഈ മലബാർ ജില്ലകളിൽ നിന്നും 48 സീറ്റുകളിൽ നിന്ന് UDF പ്രതീക്ഷിക്കുന്നത് എന്ന്. അതിൽ തന്നെ 5 സീറ്റുകൾ കാസർഗോഡ് 4 സീറ്റുകൾ UDF നേടുന്നു. കാഞ്ഞങ്ങാട് മാത്രമാണ് അവിടെ LDFന്റെ മാനം രക്ഷിച്ചത്. പ്രത്യേകിച്ച് CPI മത്സരിച്ച കാഞ്ഞങ്ങാട് മാത്രം, CPIക്ക് മാത്രമാണ് അവിടെ CPIയും നിഷ്പ്രഭമാകുന്ന ഒരു കാഴ്ച കാസർഗോഡ് ജില്ലയിൽ കണ്ടു. തൃക്കരിപ്പൂരും ഉദുമയിൽ K നീലകണ്ഠനും തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരും ഒക്കെ വിജയിക്കുന്ന ഒരു കാഴ്ച നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി കണ്ണൂരിനെ സംബന്ധിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി നടന്ന 2 മണ്ഡലങ്ങൾ അത് പയ്യന്നൂരാണ്, മറ്റൊന്ന് തളിപ്പറമ്പാണ്. പയ്യന്നൂർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആദ്യമാണ് ഒരു UDF സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. അത് RSP പിന്തുണയോടുകൂടി മത്സരിച്ച RSPയുടെ ഒരു ലേബലിൽ മത്സരിച്ച UDF സ്വതന്ത്രനായിട്ടുള്ള V കുഞ്ഞികൃഷ്ണൻ അവിടെ വിജയിക്കുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് TI മധുസൂദനൻ എന്ന് പറയുന്ന LDFന്റെ സ്ഥാനാർത്ഥി, സിറ്റിംഗ് MLA, അദ്ദേഹം അവിടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ നടന്ന ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട ആരോപണം ഈ V കുഞ്ഞികൃഷ്ണൻ CPIഎമ്മിനകത്ത് ഉന്നയിക്കുന്നു. അതിനൊരു കൃത്യമായ ഉത്തരം പാർട്ടിക്കകത്ത് ലഭിച്ചില്ല. പിന്നീട് പാർട്ടിക്ക് പുറത്ത് ഉന്നയിച്ചപ്പോൾ പാർട്ടി പറഞ്ഞത് ആ കണക്ക് ജനങ്ങളോട് പറയേണ്ടുന്ന ഉത്തരവാദിത്തം പാർട്ടിക്കില്ല, അത് പാർട്ടിക്കകത്താണ് പറയേണ്ടത് എന്ന് പറയുന്നു. പക്ഷേ രക്തസാക്ഷി ഫണ്ട് വിവാദമാണ്, അതിൽ വലിയ വൈകാരികതയുണ്ട്. ആ വൈകാരികത മുഴുവൻ തനിക്ക് അനുകൂലമാക്കാൻ V കുഞ്ഞികൃഷ്ണന് സാധിച്ചു. അങ്ങനെ ചരിത്രത്തിലാദ്യമായി പയ്യന്നൂരിൽ CPIഎം എന്ന് പറയുന്ന പ്രസ്ഥാനം LDF പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. തളിപ്പറമ്പിന്റെ ചരിത്രത്തിൽ 2ാമത് മാത്രമാണ് ഒരു UDFന്റെ പിന്തുണയോടുകൂടിയുള്ള ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. അത് 1970 CP ഗോവിന്ദൻ നമ്പ്യാർ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനായിട്ടുള്ള, കൊയ്യത്ത് നിന്നുള്ള കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരു വ്യക്തി അന്ന് തളിപ്പറമ്പിൽ UDFന്റെ MLA ആയിരുന്നു എന്ന് ഒഴിച്ചു നിർത്തിയാൽ, കോൺഗ്രസിന്റെ MLA ആയിരുന്നു. അതും കേവലം 900 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായിരുന്നു അന്ന് CP ഗോവിന്ദൻ നമ്പ്യാർക്കുണ്ടായിരുന്നത്. പക്ഷേ കാലങ്ങൾക്കിപ്പുറം അവിടെ PK ശ്യാമള ടീച്ചറെ LDF സ്ഥാനാർത്ഥി നിർത്തുന്നു. MV ഗോവിന്ദൻ മാസ്റ്റർക്ക് ശേഷം അദ്ദേഹത്തിന്റെ സഹധർമ്മിണി, എന്നാൽ മഹിളാ അസോസിയേഷന്റെ നേതാവ്, പക്ഷെ സഹധർമ്മിണി എന്നതിനപ്പുറത്തേക്ക് പാർട്ടിപരമായ മെറിറ്റുള്ള ഒരാളാണ് PK ശ്യാമള. പക്ഷേ PK ശ്യാമളയെ നിർത്തിയതിനെതിരെ CPIഎമ്മിനകത്ത് തന്നെ എതിർപ്പ് വരുന്നു. ആ എതിർപ്പിന്റെ ഭാഗമായി ആ എതിർപ്പ് പരസ്യമാക്കുന്നു TK ഗോവിന്ദൻ. ആ എതിർപ്പ് പരസ്യമാക്കിയ TK ഗോവിന്ദനെ പാർട്ടി പുറത്താക്കുന്നു. ആ TK ഗോവിന്ദൻ ഏറ്റവും ഒടുവിൽ UDFന്റെ പിന്തുണയോടുകൂടി അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അങ്ങനെ ആ TK ഗോവിന്ദൻ മാസ്റ്റർ ഇത്തവണ വിജയിച്ചത് 15,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. അതിനർത്ഥം CPIഎമ്മിന്റെ കേഡർ വോട്ടുകൾ പോലും, പാർട്ടി വോട്ടുകൾ പോലും, അതായത് പാർട്ടി ഗ്രാമങ്ങളായിട്ടുള്ള മലപ്പട്ടത്തെയും ആന്തൂരിലെയും ഒക്കെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നുള്ള ഉറച്ച വോട്ടുകൾ പോലും TK ഗോവിന്ദനിലൂടെ സമാഹരിക്കാൻ UDFന് സാധിച്ചു. അങ്ങനെ ചരിത്രത്തിൽ 2ാമത് മാത്രമായിട്ട് ഇത്തവണ UDFന്റെ ഒരു പ്രതിനിധി തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളതാണ്. നിയുക്ത MLA ആയി TK ഗോവിന്ദൻ മാസ്റ്റർ തളിപ്പറമ്പിൽ മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. മറ്റൊന്ന് കണ്ണൂരാണ്. കണ്ണൂര് കഴിഞ്ഞ 2 തവണ കോൺഗ്രസിലെ വിഭാഗീയതയുടെ പേരിൽ സതീശൻ പാച്ചേനെ ചിലർ കാലുവാരിയത് എൻ്റെ പേരിൽ ഒക്കെ ഈ കടന്നപ്പള്ളി രാമചന്ദ്രൻ അനുകൂലമായ കണ്ണൂര്, അത് ഇത്തവണ മുൻ മേയർ TO മോഹനിലൂടെ കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയാണ്. പിന്നീട് ശക്തമായ പോരാട്ടം നടന്നത് പേരാവൂരാണ്. പേരാവൂരിൽ കനത്ത ഒരു പോരാട്ടം നടന്നു. അത് പക്ഷേ പിന്നീട് അവസാന ലാപ്പിൽ സണ്ണി ജോസഫിന് അത് തിരിച്ച് നല്ല രീതിയിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മികച്ച ഒരു വിജയം KK ശൈലജ ടീച്ചർക്കെതിരെ നേടാൻ പറ്റി എന്നുള്ളതാണ്. അതേസമയം തന്നെ KK ശൈലജ ടീച്ചറുടെ സിറ്റിംഗ് മണ്ഡലമായിട്ടുള്ള മട്ടന്നൂരിൽ ഈ LDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം തുലോം കുറയുന്ന, കഴിഞ്ഞ തവണ 60,000 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടിയാണ് ശൈലജ ടീച്ചർ മട്ടന്നൂരിൽ നിന്നും നിയമസഭ കണ്ടത്. പക്ഷേ ഇത്തവണ VK സനോജ് അത് കേവലം 14,000 വോട്ടിന്റെ ഭൂരിപക്ഷമായി വളരെ കുറഞ്ഞു എന്നുള്ളതാണ്. ഏകദേശം 40,000-ലധികം വോട്ട് കുറയ്ക്കാൻ ചന്ദ്രൻ തില്ലങ്കേരിക്ക് സാധിച്ചു, UDFന്റെ സ്ഥാനാർത്ഥിക്ക് സാധിച്ചു, KPCCയുടെ ജനറൽ സെക്രട്ടറിക്ക് സാധിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം ഒരു ഘട്ടത്തിൽ മുന്നിലെത്തുന്ന ഒരു സാഹചര്യവും നമ്മൾ മട്ടന്നൂരിൽ കണ്ടു എന്നുള്ളതാണ്. മറ്റൊന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായിട്ടുള്ള ധർമ്മടമാണ്. ഇനി മുഖ്യമന്ത്രി എന്ന് നമുക്ക് സാങ്കേതികമായി പറയാൻ പറ്റില്ല, കാവൽ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടമാണ്. അവിടെ ആദ്യത്തെ 6 റൗണ്ടിൽ VP അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, കഴിഞ്ഞ തവണ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ MV ഗോവിന്ദൻ മാസ്റ്ററെ വിറപ്പിച്ച അതേ VP അബ്ദുൾ റഷീദ് പിന്നീട് ധർമ്മടത്തേക്ക് മാറുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെയും വിറപ്പിക്കുന്നു. കേവലം
14,000-ത്തിനടുത്ത് വോട്ട് മാത്രമാണ് പിണറായി വിജയന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. 1,00,000-ഓളം വോട്ടിന്, അതിലേറെ വോട്ടിന് ഭൂരിപക്ഷത്തിന് വിജയിച്ചു വന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി 5 വർഷത്തിനിപ്പുറം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രണ്ടാം തവണ മുഖ്യമന്ത്രി 5 വർഷത്തിനിപ്പുറം സ്വന്തം മണ്ഡലത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് 6 റൗണ്ടുകൾ തുടർച്ചയായി പിന്നിൽ പോകേണ്ടി വരുന്നു. അതായത് ധർമ്മടം പോലൊരു മണ്ഡലം എന്ന് പറയുന്നത് നമുക്കറിയാം, അവിടെ CPIM അല്ലാതെ മറ്റൊരു പാർട്ടി കാര്യമായി ഇല്ലാത്തൊരു സംവിധാനമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും അവിടെ മറ്റൊരു രീതി ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ തികച്ചും വ്യക്തിപ്രഭാവം കൊണ്ട് ഈ VP അബ്ദുൾ റഷീദിന് നേട്ടമുണ്ടാക്കാൻ പറ്റി. VP അബ്ദുൾ റഷീദ് അല്പം മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ച ഒരു കാര്യമുണ്ട്. കോൺഗ്രസിന്റെ ദേശീയത്തിലെയോ സംസ്ഥാനത്തിലെ ഒരു നേതാവ് പോലും താൻ കെഞ്ചിയിട്ട് പോലും തനിക്ക് വേണ്ടി പ്രചരണത്തിന് വന്നില്ല എന്ന സങ്കടം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നിരുന്നെങ്കിൽ അവിടെ അട്ടിമറി നടക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. സ്വാഭാവികമായിട്ടും പാർട്ടി കോട്ടകളിൽ വലിയ വിള്ളലുണ്ടായിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് പിണറായി വിജയൻ 6 റൗണ്ടുകൾ പിന്നിൽ നിന്നു എന്ന് പറയുന്നത്. മറ്റൊന്ന്, പിണറായി വിജയൻ 6 റൗണ്ട് പിന്നിൽ നിന്നു എന്ന് പറയുമ്പോൾ, നിറം കെട്ട ഒരു പ്രകടനമാണ് അവിടെ നടത്തിയത് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് പാർട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി പാർട്ടി പ്രവർത്തകർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാണ് അത് എന്നുള്ള നിലയ്ക്കുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരികയുണ്ടായി. അതായത് CPIM എന്ന് പറയുന്ന പാർട്ടി ഇവിടെ നിലനിന്ന് കാണണം, അങ്ങനെ നിലനിന്ന് കാണണമെങ്കിൽ ആ പാർട്ടി ഇത്തവണ തോൽക്കണം, തോറ്റാൽ മാത്രമേ ഒരു പ്രതിപക്ഷത്തിന്റെ വീറും വീര്യവും കാണിക്കാൻ കഴിയുകയുള്ളൂ, അതിലൂടെ ആ പാർട്ടിക്ക് ഇനിയുള്ള 5 വർഷം അണികളെ ഊർജ്ജസ്വലമായി നിലനിർത്താൻ കഴിയുകയുള്ളൂ. തുടർഭരണം എന്ന് പറയുന്നത് വലിയ ആഘാതമാവും, അത് പാർട്ടിയെ വലിയ ആലസ്യത്തിലേക്കും ഭൂഷാവൽക്കരണത്തിലേക്കും നയിക്കും. അതുകൊണ്ട് ഇത്തവണ